എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മഹാഭാരതം എന്ന ഇതിഹാസത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നൂറുകണക്കിന് കഥാപാത്രങ്ങളെ കാണാം. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്, ധർമ്മങ്ങളുണ്ട്. എന്നാൽ മഹാഭാരതത്തിലെ ഏറ്റവും വലിയ ട്രാജിക് ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട, എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന ഒരു കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകളുടെയും ഉത്തരം കർണൻ എന്നായിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു പുസ്തകത്തെക്കുറിച്ചല്ല, മറിച്ച് മറാത്തി സാഹിത്യത്തിലെ ഇതിഹാസമായി മാറുകയും പിന്നീട് മലയാളം ഉൾപ്പെടെയുള്ള നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ വായിക്കുകയും അവരുടെ നെഞ്ചിലൊക്കെ ഒരു കനലായി അവശേഷിക്കുകയും ചെയ്ത ശിവജി സാവന്തിന്റെ മൃത്യുഞ്ജയം എന്ന നോവലിനെ കുറിച്ചാണ്. കർണന്റെ ആത്മകഥ എന്ന രീതിയിലാണ് ഈ ഒരു പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്. നമ്മൾ അതുവരെ കേട്ട് ശീലിച്ച പാണ്ഡവരുടെ ധർമ്മത്തെയും കൗരവരുടെ അധർമ്മത്തെയും കുറിച്ചുള്ള സകല ധാരണകളെയും ഈ ഒരു പുസ്തകം പൊളിച്ചെഴുതുന്നുമുണ്ട്. ആക്ച്വലി ഞാൻ ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് പലപ്പോഴും കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുസ്തകം അടച്ചു വെച്ച് കുറച്ചു നേരം സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കർണൻ ഇത്രമേൽ നമ്മളെ സ്വാധീനിക്കുന്നത്? എന്താണ് മൃത്യുഞ്ജയം എന്ന നോവലിനെ ഇത്രയധികം ക്ലാസിക് ആക്കി മാറ്റുന്നത്? നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. കർണന്റെ ജനനം മുതൽ മരണം വരെയുള്ള അല്ലെങ്കിൽ മരണത്തെ ജയിക്കുന്നത് വരെയുള്ള യാത്രയാണ് ഈ ഒരു നോവലിൽ പറയുന്നത്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു നറേറ്റീവ് സ്റ്റൈൽ തന്നെയാണ്. കർണൻ തന്നെ പറയുന്ന രീതിയിലാണ് ഭൂരിഭാഗം സമയത്തും ഈ ഒരു കഥ എഴുതപ്പെട്ടിരിക്കുന്നത്. അതായത് കർണന്റെ ഒരു സെൽഫ് ആഖ്യാനം എന്നുള്ള രീതിയിലാണ് ഈ നോവല് എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരു കുട്ടി എന്ന നിലയില്, അതുപോലെ തന്നെ രാധയുടെ മകൻ, രാധേയൻ എന്ന പ്രയോഗമാണ് ഇതിന്റെ മലയാള പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സൂതപുത്രൻ എന്ന നിലയില് ഇങ്ങനെയൊക്കെ അവൻ നേരിടുന്ന പലതരം അവഗണനകളുണ്ട്. ഇതൊക്കെ വായനക്കാരനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമുക്കും ആ ഒരു അപമാനം ശരിക്കും ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. തന്നെ പെറ്റുവളർത്തിയ അമ്മയായ രാധയോടുള്ള സ്നേഹം, എന്നാൽ യഥാർത്ഥ ജന്മരഹസ്യം എന്താണെന്നുള്ള അവ്യക്തമായ ചില തോന്നലുകൾ, ഇതൊക്കെ കുട്ടിയായ കർണനെ നോവലിന്റെ ആദ്യ ഭാഗങ്ങളിൽ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അറിവ് തേടാനുള്ള കർണന്റെ അടങ്ങാത്ത ഒരു ദാഹമാണ്. പക്ഷേ പലപ്പോഴും ജാതിയുടെയും കുലത്തിന്റെയും ഒക്കെ പേരിൽ ദ്രോണാചാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾ അവനെ തിരസ്കരിക്കുമ്പോൾ ആ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന മുറിവ് ശിവാജി സാവന്ത് വരച്ചിടുന്നത് അതിമനോഹരമായിട്ടാണ്. പരശുരാമന്റെ അടുത്ത് നിന്ന് വിദ്യ അഭ്യസിക്കുന്ന കാലഘട്ടം, ഒടുവിൽ അവിടെ നിന്നും തന്റെ ജാതി ഒരു പ്രശ്നമായി മാറുന്ന ഒരു നിമിഷം, അതുപോലെ തന്നെ വണ്ടുകൾ തുടയിൽ തുളച്ചു കയറുന്ന സമയത്ത് ഗുരുവിനെ ഉണർത്താതിരിക്കാനായിട്ട് വേദന കടിച്ചു പിടിക്കുന്ന കർണന്റെ ഒരു പിക്ചർ, ആ ഒരു നറേറ്റീവ്, ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് സഹതാപമല്ല, മറിച്ച് കർണനോടുള്ള ഒരു പ്രത്യേകതരം ബഹുമാനമാണ്. ആക്ച്വലി ഈ ഒരു നോവലില് കർണൻ ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് വിധിയോട് ഒറ്റയ്ക്ക് പൊരുതാൻ തീരുമാനിച്ച ഒരു പോരാളിയുടെ വീര്യത്തിന്റെ ഒരു നേർവിവരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നതാണ്. കർണന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ് ദുര്യോധനനുമായിട്ടുള്ള സൗഹൃദം. പലപ്പോഴും മഹാഭാരത കഥകളിൽ ദുര്യോധനനെ വെറും ഒരു വില്ലനായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വില്ലനായിട്ടാണ് പലരും അദ്ദേഹത്തിനെ കാണുന്നത്. എന്നാൽ ഈ ഒരു നോവലിലേക്ക് വരുമ്പോൾ, മൃത്യുഞ്ജയ എന്ന ഈ ഒരു നോവലിൽ കർണന്റെയും അതുപോലെ തന്നെ ദുര്യോധനന്റെയും ബന്ധത്തിന് കൊടുക്കുന്ന ഒരു ഡെപ്ത് ഉണ്ട്. അത് ആക്ച്വലി ഭയങ്കര ടച്ചിങ് ആണ്. ഇപ്പം യുദ്ധഭൂമിയിൽ വെച്ച് നീ ഒരു സൂതപുത്രനാണ്, നിനക്ക് അർജുനനോട് മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് കുലഗുരുക്കന്മാരും ജനക്കൂട്ടവും ഒക്കെ കർണനെ അപമാനിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ ഒരു നിമിഷത്തിൽ ദുര്യോധനൻ ഒരു സുഹൃത്തിന്റെ രൂപത്തിൽ ഉദയം ചെയ്യുന്നുണ്ട്. അതായത് ആക്ച്വലി ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താണ് എന്ന് നമ്മളെയൊക്കെ ശരിക്കും മനസ്സിലാക്കി തരുന്ന ഒരു ഘട്ടമാണത്. അപ്പോൾ അതിൽ ദുര്യോധനൻ പറയുന്ന ഒരു വേർഡിംഗ് ഉണ്ട്. അതായത് യോഗ്യത എന്ന് പറയുന്നത് ജനനത്തിലല്ല, കർമ്മത്തിലാണ് എന്ന്. അപ്പോൾ അങ്ങനെ ഇത് പ്രഖ്യാപിക്കുക മാത്രമല്ല, അതായത് വെറുതെ ഡയലോഗായിട്ട് അദ്ദേഹം പറയുക മാത്രമല്ല, അപ്പൊ തന്നെ അംഗരാജാവായി കർണനെ അഭിഷേകം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇത്തരത്തില് ദുര്യോധനൻ കർണന് നൽകുന്നത് ഒരു കിരീടം മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആത്മാഭിമാനാണ്. ഇപ്പോൾ ലോകം മുഴുവനും തിന്മയുടെ ഒരു പ്രതിരൂപമായിട്ടാണ് ദുര്യോധനനെ കാണുന്നത്. പക്ഷേ കർണൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു സുഹൃത്തായിട്ട് ദുര്യോധനൻ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളതിനുള്ള ഉത്തരം ഈ കഥയിലെ സന്ദർഭങ്ങൾ, ദുര്യോധനന്റെയും ഈ കർണന്റെയും ഒരു ബന്ധത്തിനെ കേന്ദ്രീകരിക്കുന്ന കഥാസന്ദർഭങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് കാണിച്ചു തരുന്ന രീതിയിൽ ഒരു നറേറ്റീവ് സ്റ്റൈൽ ഇത് ഫോളോ ചെയ്തിട്ടുണ്ട് എന്നതാണ്.
ഇപ്പോ തന്റെ വീഴ്ചയില് അല്ലെങ്കിൽ തന്റെ ഏറ്റവും വലിയ വീഴ്ചയിൽ തന്നെ അല്ലെങ്കിൽ അപമാന ഭീതിയിൽ തന്നെ കൈപിടിച്ചുയർത്തിയ ഒരു വ്യക്തിയോടുള്ള ഒരു നന്ദി, ഒരു സുഹൃത്തിനോടുള്ള ഒരു നന്ദി, അത് ധർമ്മത്തിനും അധർമ്മത്തിനും ഒക്കെ അപ്പുറത്താണെന്ന് കർണൻ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സണൽ ബിലീഫ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് യുദ്ധം വരുമെന്ന് ഉറപ്പായിട്ടും പാണ്ഡവന്മാര് തന്റെ സഹോദരന്മാരാണെന്ന് അറിഞ്ഞിട്ടും ദുര്യോധനനെ ഉപേക്ഷിക്കാനായിട്ട് കർണൻ തയ്യാറാകാത്തത്. അപ്പൊ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ശിവജി സാവത് നറേറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ്. ഇനി ഈ നോവലിലെ മറ്റൊരു പ്രധാനപ്പെട്ട ലെയറായിട്ട് എനിക്ക് തോന്നിയത് ദ്രൗപദിയുമായിട്ടുള്ള കർണന്റെ ഒരു സങ്കീർണ ബന്ധമാണ്. യഥാർത്ഥത്തില് മഹാഭാരതത്തിൽ നിന്ന് കുറച്ചുകൂടെ ഫിക്ഷണലൈസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ ഇതിനെ അവതരിപ്പിക്കുന്നത്. ഇപ്പം ദ്രൗപദിയുടെ സ്വയംവര വേളയിൽ കർണൻ അപമാനിക്കപ്പെടുന്നതും തുടർന്ന് അദ്ദേഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു തരം പ്രണയവും അതേസമയത്ത് അവർ പാണ്ഡവരുടെ പത്നിയാണെന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹത്തിന് വല്ലാതെ ഉലയ്ക്കുന്ന ഒരു സംദർഭമൊക്കെ ഇവിടെ ഡിപിക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ തൻ്റെ ഭാര്യയായ വൃഷാലിയോടുള്ള സ്നേഹവും കടമയും ഒക്കെ ശിവാജി സാവന്ത് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ട്. വൃഷാലിയും അതുപോലെ തന്നെ കർണൻ എന്ന് പറയുന്ന കഥാപാത്രവും വൃഷാലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ട്. കർണന്റെ ജീവിതത്തിൽ എപ്പോഴും തണലായിട്ട് വൃഷാലി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ പുറം ലോകത്തെ സംബന്ധിച്ച് കർണൻ വലിയൊരു യോദ്ധാവാണ്, ദാനവീരനാണ്. പക്ഷേ തൻ്റെ സ്വന്തം വീട്ടില് അല്ലെങ്കിൽ കർണന്റെ മനസ്സിന്റെ ഉള്ളില് അവൻ അനുഭവിക്കുന്ന കുറേ ഏകാന്തതയും സംഘർഷങ്ങളും ഒക്കെ ഉണ്ട്. അത് വൃഷാലിക്ക് മാത്രമേ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുള്ളൂ. ഒരുപക്ഷെ യുദ്ധകളത്തിൽ ഏൽക്കുന്ന മുറിവുകളേക്കാൾ കർണനെ വേദനിപ്പിക്കുന്നത് വൈകാരികമായ ഒറ്റപ്പെടലുകളാണ്. താൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ കിട്ടിയ ഉത്തരം ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയാത്ത നീറിപ്പുകയുന്ന ഒരു മനുഷ്യന്റെ ആവിഷ്കാരം നമ്മൾ ഈ നോവലിലുടനീളം കാണുന്നുണ്ട്. അവിടെയൊക്കെ കർണന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് വൃഷാലി എന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. പിന്നീട് മറ്റൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് കർണന് കുന്തിയുമായിട്ടുള്ള ഒരു ബന്ധമാണ്. കുന്തിയുമായിട്ട് കർണന്റെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നുണ്ട്. അത് നോവലിലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ്. യുദ്ധത്തിന് തൊട്ടുമുൻപ് താൻ ഉപേക്ഷിച്ച മകനെ തേടി കുന്തി ദേവി വരുന്നുണ്ട്. തന്റെ മക്കളായ പാണ്ഡവരെ കൊല്ലരുത് എന്ന് അപേക്ഷിക്കുന്നത് നമ്മളെ ആക്ച്വലി വല്ലാതെ അസ്വസ്ഥരാക്കും. കാരണം കുന്തി എന്ന് പറയുന്നത് കർണന്റെ അമ്മയാണ്. കുന്തിയുടെ ആദ്യത്തെ മകനാണ് കർണൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മകനോട് പിന്നീട് വന്ന തന്റെ മക്കളായ പാണ്ഡവന്മാരെ കൊല്ലരുത് എന്ന് പറയുന്നതും അത് ആക്ച്വലി ഭയങ്കര ഒരു ഇരട്ടത്താപ്പ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതിന്റെ ഒരു ഇമോഷണൽ സംഗതി നമ്മളിലേക്ക് റിപ്പൾസീവായിട്ട് ഇങ്ങനെ വരുന്നത് ശരിക്കും ശിവാജി സാവന്തിന്റെ എഴുത്തിന്റെ ഒരു മികവ് തന്നെയാണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കഥാസന്ദർഭത്തിൽ കർണൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് ആക്ച്വലി കുന്തിയുടെ മാത്രം വായടപ്പിക്കുന്നതല്ല, സമൂഹം കെട്ടിപ്പടുത്തിട്ടുള്ള സകല നീതിബോധത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതില് കുന്തി ദേവിയോട് കർണൻ പൂർണ്ണ റെസ്പെക്റ്റോടു കൂടി തന്നെ പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ രാധേയനായിരുന്നു അല്ലെങ്കിൽ രാധയുടെ മകൻ മാത്രമായിരുന്നു. അപമാനങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയപ്പോഴത്തേക്കും നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ഒരു ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം കർണനെ ധാർമ്മികമായിട്ട് പാണ്ഡവരെക്കാൾ വളരെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എന്നിട്ടും തന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് അർജുനനെ ഒഴികെ ബാക്കി 4 പേരെയും താൻ വധിക്കില്ല എന്ന് അവർക്ക് വാക്ക് നൽകുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടാകുന്നുണ്ട്. സ്വന്തം മരണ വാറന്റിൽ തന്നെ ഒപ്പിടുന്നതിന് തുല്യമായിട്ടായിരുന്നു ആ ഒരു തീരുമാനം വരുന്നത്. പക്ഷെ അവിടെ മാതൃസ്നേഹം എന്ന് പറയുന്ന ഒരു സംഗതി ഒരു വിലപേശലായിട്ട് മാറുന്ന ഒരു നിമിഷത്തില് കർണൻ അദ്ദേഹത്തിന്റെ ത്യാഗം അത് ആക്ച്വലി എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് വായനക്കാർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ മാത്രമല്ല കർണനും കൃഷ്ണനും ഭഗവാൻ ശ്രീകൃഷ്ണനും തമ്മിലുള്ള ചില സംഭാഷണങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും നമുക്ക് ഇതിനേക്കാളും വലിയ രീതിയിലുള്ള ഒരു ഫിലോസഫിക്കൽ ഡെപ്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ശ്രീകൃഷ്ണൻ കർണനോട് പറയുന്നുണ്ട്, കർണ നീയാണ് പാണ്ഡവരിൽ ജ്യേഷ്ഠൻ, ഈ യുദ്ധം ജയിച്ചാൽ നിനക്കാണ് രാജ്യം കിട്ടുക എന്നുള്ളത്. അതായത് ലോകം മുഴുവൻ കാൽക്കീഴിൽ വെച്ചു തരാം എന്ന ഒരു ഓഫറാണ് കൃഷ്ണൻ കർണന്റെ മുന്നിൽ വെക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഫർ ഉണ്ടായിട്ട് പോലും തൻ്റെ സുഹൃത്തായ ദുര്യോധനനെ വഞ്ചിക്കാനായിട്ട് കഴിയില്ല എന്ന് ശ്രീകൃഷ്ണന്റെ മുഖത്തടിച്ച് കർണൻ പറയുന്നുണ്ട്. അതിന് അതായത് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് വളർത്തമ്മയെ ഉപേക്ഷിച്ചിട്ട് പിൽക്കാലത്ത് ഒരു റോയൽ ഫാമിലിയിലെ മെമ്പറാണ് താനെന്ന് തിരിച്ചറിയപ്പെടുമ്പോഴത്തേക്കും തിരിച്ചുപോയി ആ ഒരു റോയൽറ്റി എൻജോയ് ചെയ്യുന്ന ഒരു ഘട്ടം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതുപോലെ ആ ഒരു കോണ്ടെക്സ്റ്റിനെ, അതായത് ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിനെ പറഞ്ഞുകൊണ്ട് കർണൻ ശ്രീകൃഷ്ണനെ അപമാനിക്കുന്നുണ്ട്. അത് കൃഷ്ണനുള്ള ഒരു കുത്തായിട്ട് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. നമുക്ക് ക്ലാപ്പ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിട്ടൊക്കെ നമുക്കത് തോന്നും എന്നുള്ളതാണ്. അത്രയും റാഷണൽ ആയിട്ടാണ് ഇവിടെ ഈ ഒരു നോവലിന്റെ നറേറ്റീവ് കിടക്കുന്നത്.
അപ്പൊ ഇവിടെ ദുര്യോധനനോടുള്ള കർണന്റെ ആ ഒരു ഇന്റഗ്രിറ്റി ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ശ്രീകൃഷ്ണന് പോലും കർണന്റെ ആ ഒരു തീരുമാനത്തിന് മുന്നിൽ തൊഴുകയോടെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, വിധിയെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും ഒക്കെ ഉള്ള വലിയ വലിയ ഫിലോസഫിക്കൽ ആസ്പെക്റ്റുകൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് താൻ ജനിച്ചപ്പോൾ തന്നെ തോൽക്കാൻ വിധിക്കപ്പെട്ടവനാണെന്ന് കർണൻ അറിയാം. പക്ഷെ ആ തോൽവിയിലും ഒരു അന്തസ്സുണ്ട് എന്ന് കർണൻ തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് മൃത്യുഞ്ജയം അല്ലെങ്കിൽ മരണത്തെ ജയിച്ചവൻ എന്ന് പേര് വരുന്നത്. അപ്പം ശരീരം കൊണ്ട് കർണൻ മരിച്ചേക്കാം, പക്ഷേ തൻ്റെ തത്വങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ ദാനശീലത്തിലൂടെ, തീരുമാനങ്ങളിലൂടെ, സൗഹൃദത്തിലൂടെ അദ്ദേഹം കാലത്തെ അതിജീവിക്കുകയാണ് ചെയ്യുന്നത് എന്ന ഒരു തിരിച്ചറിവാണ് വായനക്കാരിലേക്ക് ഈ ഒരു ഭാഗങ്ങൾ പകർന്നു നൽകുന്നത്. ഒടുവിൽ ഇതിന്റെ ക്ലൈമാക്സ് വരുന്നത് കുരുക്ഷേത്ര യുദ്ധകളത്തിലാണ്. ആ ക്ലൈമാക്സ് രംഗങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ നെഞ്ചിടിപ്പ് കൂടും. ഓരോ അസ്ത്രവും പാഞ്ഞു വന്നത് നമ്മുടെ നേർക്കാണെന്ന് തോന്നിപ്പോകും. ഒടുവിൽ രഥത്തിന്റെ ചക്രം മണ്ണിൽ താഴ്ന്നു പോകുമ്പോൾ, വിദ്യകൾ മറന്നു പോകുമ്പോൾ, നിരായുധനായി നിൽക്കുന്ന കർണനെ കൊല്ലാൻ കൃഷ്ണൻ അർജുനന് നിർദ്ദേശം കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് കൃഷ്ണനോടും അർജുനനോടും ഒക്കെ ഭയങ്കര ദേഷ്യം തോന്നും. ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി അധർമ്മം പ്രവർത്തിക്കേണ്ടി വരുന്ന ദൈവത്തെ നമ്മൾ അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. മരണം മുന്നിൽ കണ്ടിട്ടും പതറാതെ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുന്ന ഒരു വ്യക്തിയായിട്ട്, ഒരു ചരിത്ര പുരുഷനെ പോലെ കർണൻ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ നോവലിന്റെ ഒരു മറ്റൊരു ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്റെ അവസാന ശ്വാസം വരെ തന്റെ പുണ്യം മുഴുവനും ദാനം ചെയ്ത് വെറും കൈയോടെ മരിച്ചു വീഴുന്ന കർണൻ എന്ന് പറയുന്നത് ശരിക്കും പരാജയപ്പെടുകയല്ല, അദ്ദേഹം ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുവരെ അനുഭവിച്ച വേദനകളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും, ആ ഒരു സ്വത്വ പ്രതിസന്ധി എന്ന് പറയില്ലേ, നമ്മുടെ സെൽഫിനെ കുറിച്ചുള്ള ഒരു ക്രൈസിസ്, അപ്പോൾ ആ ഒരു സംഗതിയിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്ന മോചനമാണ് ഇവിടെ മരണം എന്ന് പറയുന്നത്. പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ശൂന്യത ഫീൽ ചെയ്യും. കാരണം എന്തെന്ന് വെച്ചാൽ, ഒരു വലിയ മനുഷ്യൻ നമ്മുടെ മുന്നിലൂടെ നടന്നു പോയതിൻ്റെ, അദ്ദേഹത്തിൻ്റെ ചോരയും കണ്ണീരും ഒക്കെ നമ്മുടെ കൈകളിൽ പറ്റിയതുപോലെയുള്ള ഒരു ഫീല് ഈ പുസ്തകത്തിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ ഭാഷയും അതിൻ്റെ ഒരു അവതരണ ശൈലിയൊക്കെയാണ്. അപ്പം മലയാളം പരിഭാഷയാണെങ്കിൽ കൂടെ വാക്കുകളുടെ ഒരു ഒഴുക്ക് നമുക്കിവിടെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. പി കെ ബാലകൃഷ്ണനെ പോലുള്ളവർ മലയാളത്തിൽ ഇനി ഞാൻ ഉറങ്ങട്ടെ ഒക്കെ എഴുതിയപ്പോഴത്തേക്കും കർണനെ ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ കണ്ട ഒരു സന്ദർഭങ്ങൾ നമ്മൾ വായിച്ചറിഞ്ഞതാണ്. പക്ഷേ ശിവജി സാവന്തിൻ്റെ കർണൻ എന്ന് പറയുന്നത് ഓരോ വായനക്കാരൻ്റെയും ആത്മാവിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. ഓരോ മെറ്റഫറുകളും ഉപമകളും ഒക്കെ അതിഭീകരമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്, ശക്തമാണ്. ഇപ്പോൾ സൂര്യനെ നോക്കി സംസാരിക്കുന്ന കർണന്റെ ആത്മഗതങ്ങളൊക്കെ ഉണ്ട്. അത് ആക്ച്വലി ലിറ്റററി ബ്രില്യൻസ് ആണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. എഴുത്തുകാരനെ വൈകാരികമായിട്ട് തളർത്തി കളയുന്ന, അല്ലെങ്കിൽ വായനക്കാരനെ ശരിക്കും ഒരു മുൾമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള ഒരു എഴുത്താണ് ഈ ശിവജി സാവന്തിൻ്റെത്. അപ്പം കർണനെ മാത്രമല്ല, ദുര്യോധനൻ, വൃഷാലി, ശോണൻ, ഇങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ആ കഥാപാത്രങ്ങളെയൊക്കെ മനോഹരമായിട്ട് ഈ ഒരു കഥയിൽ, നറേറ്റീവിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്തെങ്കിലും നെഗറ്റീവ് ആസ്പെക്ട് ഉണ്ടോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് ഒന്നും ഇല്ല. കാരണം നമ്മൾ അങ്ങ് ഒരൊഴുക്കിൽ വായിച്ചു പോകുന്ന ഒരു സംഗതിയാണിത്. പക്ഷേ ഒരു ലൈറ്റ് റീഡിങ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു പുസ്തകമല്ല. കാരണം എന്തെന്ന് വെച്ചാൽ, ഒരു ശരിക്കുമുള്ള ഒരു വായനയെ ആവശ്യപ്പെടുന്ന ഒരു ഗൗരവം ഈ ഒരു പുസ്തകത്തിനുണ്ട്. ചിലയിടങ്ങളിൽ ഇപ്പം ആത്മകഥങ്ങളായിട്ട് പറയുന്ന ഒരു സന്ദർഭങ്ങളാണെന്നുണ്ടെങ്കിലും അതിൽ ഫിലോസഫിക്കൽ ഡെപ്ത് ഉണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇത്തരം ആത്മകഥകൾ നീണ്ടുപോകുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള നീണ്ടുപോകൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൽ വ്യക്തിപരമായിട്ട് കർണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാനസിക സംഘർഷങ്ങളുടെ ആഴം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഈവൻ ചരിത്രവും മിത്തോളജിയും ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഒരു മനുഷ്യൻ്റെ പോരാട്ട കഥ എന്നുള്ള രീതിയിൽ സമീപിക്കാവുന്ന വളരെ മികച്ച ഒരു പുസ്തകമാണ് ശിവജി സാവന്തിൻ്റെ മൃത്യുഞ്ജയ എന്ന് പറയുന്നത്. ഇതിൽ എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്, ആ ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് കഥാപാത്രങ്ങളുടെ ചിന്തയിലൂടെ തന്നെ കഥ പറയുന്ന ഒരു രീതി, അത് ആക്ച്വലി ഈ കഥാപാത്രമായിട്ട് ജീവിക്കാൻ വായനക്കാരനെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു അനുഭവ കഥ എന്നുള്ള രീതിയിൽ നമുക്ക് ലോകം തന്നെ മനസ്സിലാക്കുന്നില്ലെന്നോ, അല്ലെങ്കിൽ ഒരു ഇതുപോലെയുള്ള ഒരു സ്വത്വ പ്രതിസന്ധി നേരിട്ടിട്ടുള്ള വ്യക്തികളോ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടുകയാണ് എന്നൊക്കെ ഫീലിംഗ് ഉള്ള ആളുകൾക്ക് കർണനെ ശരിക്കും സ്വന്തം പ്രതിബിംബമായിട്ട് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് നല്ല സാഹിത്യം ഇഷ്ടപ്പെടുന്ന, ഇമോഷണലി കണക്ട് ചെയ്യുന്ന കഥകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ വായിച്ചിരിക്കാൻ, അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ടുള്ള കുറച്ച് കഥകളൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ധൈര്യമായിട്ട് വായിക്കാവുന്ന ഒരു പുസ്തകമാണ്
മൃത്യുഞ്ജയ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു പുസ്തകവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.